ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്തൊക്കെയാ പറയുന്നേ? നോക്കട്ടെ, ഇതിനകത്ത് വല്ല കൂടോത്രമാണോ? ചേച്ചി ചേച്ചി വേണ്ട ചേച്ചി, പ്ലീസ് ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി പ്ലീസ് ചേച്ചി താ ചേച്ചി. എന്താടി ഇവിടെ? ആ, ഇവള് ഓൺലൈനിൽ വരുത്തിയ ഗിഫ്റ്റാ ആദിക്ക് വേണ്ടി. അതെന്തിനാ നീ മേടിച്ചു വെച്ചിരിക്കുന്നേ? അത് ആദ്യകൊട്ടിനുള്ളതല്ലേ? ഞാൻ ചുമ്മാ കാണാനുള്ള കൊതി കൊണ്ട് വാങ്ങിച്ചതാ. നീ ഇപ്പൊ അങ്ങനെ കാണണ്ട, ഇങ്ങോട്ട് വന്നേ. എന്താ മോളെ, കൊണ്ടേ അകത്ത് വയ്ക്കേ. ഒറ്റെണ്ണം വെച്ച് തരും. നിനക്ക് വല്ലാത്ത സൂക്കടാ അല്ലേ ആമി? അവളുടെ ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിയതിന് നിനക്കെന്താ നഷ്ടം? അങ്ങനെയാ സ്നേഹമുള്ള ഭാര്യമാര്. നീ ഇന്ന് വരെ ഒരു തൂവാല പോലും ദത്തിന് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന് പാര വെക്കാൻ ഇറങ്ങിയിരിക്കുക. നീ എങ്ങനെയാടി എന്റെ കൊച്ചുമോളായത്? മുത്തശ്ശി മിണ്ടരുത്. എന്റെ നമ്പടിയേട്ടനോട്ടോ അകത്ത്. നമ്പടിയോ? അത് പിന്നെ അങ്ങോട്ട് മോളെ, കൊച്ചവിടെ നിന്നേ, ഞാനൊന്ന് പറയട്ടെ. താൻ ഒരു ചുക്കും പറയണ്ട. തന്റെ ഒത്താശയോട് കൂടി അല്ലോടെ ഇവിടെ ഈ തോന്നിയോസൊക്കെ നടക്കുന്നത്. ഞാൻ എന്നാ ചെയ്തെന്ന്? താൻ എന്നാ ചെയ്യാതിരുന്നിട്ടുള്ളത്? എടോ, ഇവിടെ നടക്കുന്നൊന്നും ആരും അറിയില്ലെന്ന് വിചാരിക്കരുത്. ഇവിടെ എന്നാ നടന്നെന്നാ കൊച്ചു പറയുന്നത്? താൻ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ തന്റെ മുതലാളിയും കുത്തിക്കൊന്ന് ഈ നശിച്ച ബംഗ്ലാവിന് തീയിടും. എന്നാലേ ഈ ഹൈ റേഞ്ച് നന്നാവൂ. എവിടെയാടോ അയാള്? മോളിലുണ്ട്. മോളെ മോളെ, ഞാൻ പറയുന്ന കേക്ക്. ഈശ്വര, ഇങ്ങനെ ചത്തോ? എടോ മനുഷ്യ, എടോ എണീക്കാൻ, എടോ മനുഷ്യ എണീക്കാൻ, എണീറ്റ്, എടോ എണീക്കാൻ. എടോ എണീക്കാൻ. ആരെ കൊച്ചുളുപ്പം കാലത്ത് എണീക്കടോ. പിന്നെ എന്തിനാടി ഈ കൊച്ചുളുപ്പം കാലത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ കെട്ടിയോനെ കാണാൻ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടോ നിങ്ങളോട്, ഇയാളുടെ കൂടെ കൂടി നശിക്കരുതെന്ന്. എത്ര പറഞ്ഞാലും നിങ്ങൾ എന്താടോ നന്നാവാത്തെ? അയ്യോടി, നീ കാലത്തെ തന്നെ ഇവനെ നന്നാക്കാൻ ഇറങ്ങിയതാ? എന്തുവാ പറഞ്ഞേ? ഞാനാണ് ഇവനെ പഴപ്പിക്കുന്നതെന്നാ? പഴക്കാത്തൊരു പൊന്നു. അയ്യോ, അതൊക്കെ പണ്ട്. ഇപ്പൊ എന്റെ ഭർത്താവ് വളരെ നല്ലവനാ. ഇനി നിങ്ങളായിട്ട് കൊണ്ടുനടന്ന് വഴിതെറ്റിക്കായിരുന്നാ മതി. നമ്മുടെ താനിത് കേട്ടില്ലേ? എന്റെ കൃഷ്ണപ്രഭ, നീ വീട്ടിൽ പോടി. അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല. പിന്നെ നീ ഇവിടെ കയറി താമസിക്കാൻ പോവാ? എനിക്ക് അത്ര വലിയ ഗതികേടൊന്നും വന്നിട്ടില്ല. ഞാൻ വന്നത് എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് പോവാനാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഭർത്താവിനെ കൊണ്ടുപോയി കയ്യും കാലും കെട്ടി പല കട്ടിലിലോ അരിപ്പെട്ടിക്കകത്തോ നിന്റെ പാവാട തുമ്പിലോട്. അതിന് തന്നെയാ പോകുന്നേ. മനുഷ്യ ഇങ്ങോട്ട് എണീറ്റേ. എണീറ്റ് വാ മനുഷ്യ, ഇങ്ങോട്ട് എണീറ്റ് വരാൻ. ആടി കൃഷ്ണപ്രഭ, ഇങ്ങോട്ട് പോ. കൃഷ്ണപ്രഭ നടക്കിങ്ങോട്ട്. അടിച്ച് ഫോൺ തെറ്റി വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ നാണുണ്ടോ നിങ്ങൾക്ക് ഈ ആഭാസിന്റെ കൂടെ കൂടി തരം താഴാൻ? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. എത്രയും പെട്ടെന്ന് ഇവളെ വിളിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ തനി കൊണവള് കാണും. അത് ഞാൻ ഒരുപാട് കണ്ടതാ. ഇനി താൻ എന്നെ കാണിക്കാൻ വന്നാലേ അത് തന്റെ അവസാനത്തെ കാണിക്കലായിരിക്കും. തനിക്കറിയില്ല കൃഷ്ണപ്രഭ ആരാണെന്ന്. കഴിഞ്ഞതെല്ലാം മറന്ന് ഞാനിപ്പോ മാനം മര്യാദയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതിന്റെ ഇടയിൽ കയറി അലമ്പുണ്ടാക്കാൻ വന്നാലേ സത്യമായിട്ട് ലൂയിസ് മുതലാളി
എന്റെ കത്തിമുനയിലായിരിക്കും നിങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നത്. എന്റെ ഭർത്താവ് വരുന്നുണ്ടോ അതോ ഞാൻ പൊക്കിക്കൊണ്ട് പോണോ? എന്നാ പിന്നെ ഞാൻ പോട്ട് വരട്ടെ അച്ഛാ. പോയിട്ട് വരാമെന്നൊന്നും പറയണ്ട, പോകുവാണെന്ന് മാത്രം പറഞ്ഞാ മതി. ദേ ഇനി മേലാൽ ഈ പടി ചവിട്ടിയെന്ന് അറിഞ്ഞോ ഞാൻ നമ്പടേട്ടാ നിങ്ങളുടെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. എന്നിട്ട് അന്തസ്സായിട്ട് പണിയെടുത്ത് ആയുഷ്കാലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ചെലവിന് തരും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട് വരാൻ. വാ. പതിയെ വലി, എനിക്ക് വേദനിക്കുന്നു. അത് തിന്നുകൂടി ചർമാച്ച് നടക്കുമ്പോ ഓർക്കണം അവിടെ എവിടെയൊക്കെ വേദന വരുമെന്ന്. ഇങ്ങോട്ട് കേറ്, കേറായി. അയ്യോ. പോട്ടെ അച്ഛാ. ടാറ്റ. പോട്ടെ. കർത്താവേ, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ. ആമേ. എന്നാലും എന്റെ ഓനച്ച കടുത്തുപോയി അവന്റെ വിധി. ഒരുപാട് സുഖിച്ചല്ലേ മുതലാളി, നീ കുറച്ച് അനുഭവിക്കട്ടോ. അല്ല, സുഖിക്കുന്നവരൊക്കെ അനുഭവിക്കും. ആർക്കറിയാം. അല്ല, കർത്താവേ കാത്തോളണേ. പൂജ, പൂജ, എന്താ ഇത്? എന്താണോ? ഒരു സർപ്രൈസ് ഉണ്ട്. ആ എന്നാത്താ? എന്താ വാ? എങ്ങോട്ടാ? സൂക്ഷിച്ച്. സ്വന്തം മുറി പോലും അറിയില്ലെന്ന് വെച്ചാ എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടാട്ടോ. കണ്ണ് പൊത്തി പിടിച്ചവനെ ഞാൻ ചെയ്യാനാ? മനുഷ്യനായ അകക്കണ്ണ് വേണം. ഓ എനിക്കതില്ല. ഇങ്ങോട്ടോ. ഇതെങ്ങോട്ടാ? കണ്ണ് തുറക്കരുത് കേട്ടോ. ഓ കണ്ണ് തുറക്കരുത്. ആ